അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, എന്തായാലും സസ്പെൻഷൻ അത് ഏറി വന്നു കഴിഞ്ഞാൽ 6 മാസം അല്ലേ? വീണ്ടും ഇയാളെ ഈ SIയെ റീഇൻസ്റ്റേറ്റ് ചെയ്യും അല്ലേ? വീണ്ടും ഒരുപക്ഷെ ലോ ആൻഡ് ഓർഡറിൽ തന്നെ ഇരുത്തും. അങ്ങനെയല്ലേ നമ്മൾ കാണാറുള്ളത് അല്ലേ? അല്ല, ഈ എറണാകുളത്ത് ഒരു ഹെൽമെറ്റ് ധരിക്കാത്ത ആളെ തല്ലി അയാള് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാൻ ഉണ്ടായ സാഹചര്യമുണ്ടല്ലോ. ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്തായി എന്ന് നമുക്കറിയില്ല. ഞാനത് കുറെ ഫോളോ ചെയ്തു, പക്ഷെ എനിക്കൊരു വിവരം കിട്ടിയിട്ടില്ല. അങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇയാളെ തിരിച്ചെടുക്കുമല്ലോ. അപ്പോ ഇതൊക്കെ ഇൻസെൻസിറ്റീവ്നെസ് ആണ് കാണിക്കുന്നത്. അതായത് സർക്കാരിന് ഇതിലൊന്നും വലിയ ഒരു ആത്മരോഷമോ അല്ലെങ്കിൽ വേദനയോ ഇല്ല. സർക്കാരിന് അവരവരുടെ കാര്യങ്ങൾ ദൈനംദിനം നടക്കണം. അതിനിടയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് 4 ദിവസം ഇവിടെ ചർച്ചയാവും, ഒരു സസ്പെൻഷൻ കൊടുക്കും, അത് കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കും, പിന്നെ അത് അങ്ങനെ പോകും. എന്താ പ്രശ്നം അറിയോ? പണ്ട് കാലങ്ങളിൽ CPM ഭരിക്കുന്ന സമയത്ത് അവരുടെ പാർട്ടി സംവിധാനം അതിശക്തമായിരുന്നു. ഈവൻ അച്യുതാനന്ദൻ ഭരിക്കുന്ന സമയത്ത് വരെ ആ ഭരണത്തിലെ ഓരോ ചെയ്തികളെയും വിലയിരുത്താനും അഭിപ്രായം പറയാനും പാർട്ടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോ പാർട്ടി ഇല്ലല്ലോ. ഇന്ന് ഏകഛത്രാധിപതിയുടെ ഭരണമല്ലേ. ഇന്ന് എല്ലാം അവിടെ കൊണ്ട് അവസാനിക്കുകയാണല്ലോ. ഒരു സംവിധാനത്തിനും അദ്ദേഹത്തെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇടപെടാനോ അവരെ ഉപദേശിക്കാനോ ഒന്നും സാധ്യമല്ല. ഇന്ന് കേവലം ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. ദൗർഭാഗ്യവശാൽ ആ വ്യക്തി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുമാണ്, മുഖ്യമന്ത്രിയുമാണ്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ അവിടെയാണ് തീരുമാനിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഓഫീസുമായി ചേർന്ന ചില കോക്കസുകളുണ്ട്, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തിരുത്തൽ ശക്തി ഇല്ല. ഒരു പ്രശ്നം അതാണ്, തിരുത്തൽ ശക്തി ഇല്ല കേരളത്തിലെ സർക്കാരിനോ പാർട്ടിക്കോ. തിരുത്തൽ ശക്തി ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്താലും അത് അങ്ങനെ ഒരു എന്താ പറയാ ഒരു ദൈനംദിന പ്രവൃത്തിയുടെ ഭാഗമായി പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പൊ ഇതാണ് ഇവിടെയുള്ള ഒരു പ്രശ്നം. മറ്റൊരു കാര്യം, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ 2 വിഭാഗം ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും സത്യസന്ധമായി പ്രവർത്തിക്കണം, നിയമം നടപ്പിലാക്കണം, കാര്യങ്ങൾ ഭംഗിയിലും വൃത്തിയിലും നടക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ. കുറച്ചാളുകൾ ഈ തരത്തിലുള്ള പ്രവൃത്തി നടത്തുകയും എന്നാൽ സർക്കാരുമായി ബന്ധപ്പെട്ട പാർട്ടിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെ ഒക്കെ സഹായത്തോടെ സഹകരണത്തോടെയും ഒക്കെ എല്ലാം ചെയ്ത് എന്തും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം. ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞു 800 ചില്ലാനം ആളുകൾ VRS എടുത്തു. എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളുണ്ട് ഈ VRS എടുത്ത ആളുകൾ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കണം, 60,000 രൂപ, 70,000 രൂപ, 80,000 രൂപയ്ക്ക് ശമ്പളമുള്ള ജോലിയാണ്. 1 കൊല്ലം 1.5 കൊല്ലം ബാക്കിയുണ്ട്. അവര് VRS എടുത്തപ്പോൾ എനിക്ക് ശരിക്കും വേദന തോന്നി. അല്ല, ഇത്രയും വലിയ സാമ്പത്തിക നഷ്ടം സഹിച്ചിട്ട് എന്തിനാ VRS എടുക്കുന്നത്? അയ്യോ, ഇനി അതിന്റെ അകത്ത് തുടർന്നുകൂടാ, ഒരു നിമിഷം പോലും ഇരുന്നുകൂടാ, വയ്യ, മതിയായി എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോരുകയാണ്. ഇത്രയും വലിയ ശമ്പളം കിട്ടുന്ന ജോലി. അപ്പോൾ എത്രമാത്രം സമ്മർദ്ദം അവർ അനുഭവിക്കുന്നുണ്ടാവും. ഇങ്ങനത്തെ ഒരു സാഹചര്യം കേരള പോലീസിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനെപ്പറ്റി കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ അന്വേഷണം നടത്തി. അവിടെയൊന്നും ഇങ്ങനെ ആരും അല്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ചിലർ VRS എടുക്കുന്നുണ്ട് എന്നല്ലാതെ ഇത്രയേറെ സമ്മർദ്ദം കാരണം, ഇതിനകത്ത് നിൽക്കാൻ പറ്റാത്ത കാരണം, ഇത്രയേറെ ആളുകൾ VRS എടുക്കുന്ന ഒരു പോലീസ് സേന കേരളത്തിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് മനസ്സിലാക്കാം, കാശ്മീരിലെ കൊടും തണുപ്പിലേക്കോ രാജസ്ഥാനിലെ കൊടും ചൂടിലേക്കോ ട്രാൻസ്ഫർ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ചില പട്ടാളക്കാർ 15 കൊല്ലം 17 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് ആരോഗ്യ പ്രശ്നം കൊണ്ട്, അവർക്ക് ഇനിയും ഇത്രയും ഗുരുതരമായ സാഹചര്യത്തിൽ ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. പക്ഷെ ഈ കേരളത്തില് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ കേരളത്തിലുള്ളത് കടുത്ത സമ്മർദ്ദമാണ്. പോലീസ് സേനയിൽ ആത്മഹത്യ മറ്റൊരു സംഗതി, ആത്മഹത്യയാണ്. എത്ര പോലീസുകാരാണ് ആത്മഹത്യ ചെയ്യുന്നത് കേരളത്തിൽ? ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന കേരളത്തിലെ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് പോലീസാണെന്നാണ് ഇന്നാളെ ഒരു പത്രത്തിൽ എഴുതിയത്. ഇപ്പൊ VRS എടുക്കുന്നു ചിലർ സമ്മർദ്ദം സഹിക്കുക വയ്യാതെ ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണോ നമ്മുടെ പോലീസിങ്, അല്ല ഇങ്ങനെയാണോ നമ്മുടെ പോലീസ് സംവിധാനം മുന്നോട്ട് പോകേണ്ടത്? ഇതൊക്കെ ഗൗരവമായ പഠനത്തിനും ഗൗരവമായ ചർച്ചയ്ക്കും വിധേയമാക്കണം. ഇതിൽ കൃത്യമായ തിരുത്തൽ നടപടി ഉണ്ടാവണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾ അവര് ഈ കണക്ക് തീർക്കും, അവര് നേരിട്ട് കണക്ക് തീർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത് സംഭവിക്കാതിരിക്കാൻ ഇത് തിരുത്തണം. ഈ തെറ്റ് തിരുത്താൻ സർക്കാരും മറ്റു സംവിധാനങ്ങളും തയ്യാറാവണമെന്നാണ് പറയാനുള്ളത്.